സ്ഥിരം അപകട മേഖലയായ പനയമ്പാടത്ത് സുരക്ഷയൊരുക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് 6 മാസം മുൻപ് നൽകിയ റിപ്പോർട്ട് ആരും പരിഗണിച്ചിരുന്നില്ല എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. വേഗ നിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്നായിരുന്നു റിപ്പോർട്ടിലെ നിർദ്ദേശം. MBEDയുടെ ആവശ്യപ്രകാരം പാലക്കാട് IIT വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദയവായി സ്ഥിരം അപകട മേഖലയായതുകൊണ്ട് തന്നെ പനയമ്പാടത്ത് സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഈ മോട്ടോർ വാഹന വകുപ്പ് 6 മാസം മുൻപ് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയത്. പക്ഷെ അത് ആരും പരിഗണിച്ചില്ല എന്നുള്ളതാണ്. റോഡിന്റെ അപാകതയാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് എന്നതിനാൽ ഇവിടെ വേഗ നിയന്ത്രണ സംവിധാനം ഒരുക്കണമെന്നായിരുന്നു റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും നിർദ്ദേശമായിട്ട് ഉണ്ടായിരുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യപ്രകാരം നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് IITയിലെ വിദ്യാർത്ഥികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട് തയ്യാറാക്കിയത്. റോഡ് സുരക്ഷാ കൗൺസിൽ വഴി പൊതുമരാമത്ത് ദേശീയപാത വിഭാഗത്തിനാണ് ഇത് കൈമാറിയത്. അതായത് ഈ പനയമ്പാടം ഭാഗത്തൊക്കെ 70 കിലോമീറ്റർ വേഗത്തിൽ വരെ സഞ്ചരിക്കാവുന്ന റോഡാണെങ്കിൽ അവിടെ അപകട സാഹചര്യം മുൻനിർത്തി 30 കിലോമീറ്റർ വരെയാക്കി അവിടുത്തെ വേഗത ചുരുക്കിയിരുന്നു. പക്ഷെ ഇത് വ്യക്തമാക്കുന്ന സൂചനാ ബോർഡുകളും മറ്റുമൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്ന തരത്തിലല്ല അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ആളുകളുടെ കാഴ്ചയിൽ തട്ടുന്ന തരത്തിൽ അവിടെ വേണ്ട നടപടികൾ സ്വീകരിക്കണം. അതിനു വേണ്ടിയിട്ട് കട്ടി കൂടിയ മാർക്കുകൾ വേണം, ഈ റോഡിൽ തന്നെ കട്ടി കൂടിയ മാർക്കുകൾ വേണം എന്നുള്ള ഒരു കാര്യമാണ് ആ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരേ ദിശയിൽ പോകുന്ന വാഹനങ്ങൾ മറികടക്കുന്നത് നിരോധിച്ചുള്ള അറിയിപ്പ് വെക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. പിന്നെ ഈ വളവുകളിൽ വശം മാറി സഞ്ചരിക്കുന്ന ഒഴിവാക്കാൻ ഡെലിനേറ്ററുകൾ സ്ഥാപിക്കാനായിരുന്നു മറ്റൊരു നിർദ്ദേശമായിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ റോഡും അരികിലെ മണ്ണും തമ്മിൽ ഉയര വ്യത്യാസമുണ്ട്. അത് രണ്ടും വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാൻ പലപ്പോഴും പല വാഹനങ്ങളും ശ്രമിക്കുമ്പോൾ അത് അപകടത്തിനിടയാക്കുന്ന സാഹചര്യമുണ്ട്. ഇത് പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യം ഉയർന്നിരുന്നു. ഈ നിർദ്ദേശങ്ങൾ പക്ഷെ ഒന്നും തന്നെ നടപ്പായില്ല എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെ വീണ്ടും ഒരു അപകടം ഉണ്ടാവാൻ കാരണം എന്നുള്ളത് തർക്കമില്ല. കാരണം 6 മാസം മുൻപ് സമർപ്പിച്ച ഒരു റിപ്പോർട്ട്, അതിൽ നമ്മൾ ജനം TV തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ വാർത്തകൾ വരെ വന്നിട്ടും അതിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നതിലുപരി ഏതെങ്കിലും തരത്തിൽ ഈ സൂചനാ ബോർഡെങ്കിലും സ്ഥാപിക്കുന്ന നടപടികൾ ഒന്നും തന്നെ അവിടെ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് വലിയ വിമർശനമായിട്ട് വരുന്നത്. ഇന്ന് നടക്കുന്ന ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന യോഗത്തിൽ നാട്ടുകാർ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി.